ഞാൻ വിനോദ് വേണുഗോപാൽ. ഇന്ന് വ്യത്യസ്തമായ ഒരു ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്നല്ലേ ഞാൻ പറയാം. വ്യത്യസ്തമായ അച്ചാറുകൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നെല്ലിക്ക അച്ചാർ, മാങ്ങ അച്ചാർ, കപ്പളിക്ക അച്ചാർ, ബീഫ് അച്ചാർ, മീൻ അച്ചാർ. അതുപോലെ അച്ചാറാണ് വിനോസ് കിച്ചണിലൂടെ ഇന്ന് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഇന്ന് വിനോസ് കിച്ചൺ അവതരിപ്പിക്കുന്നത് വെളുത്തുള്ളി അച്ചാറാണ്. നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. ഇൻഗ്രീഡിയൻസിൽ ആദ്യമായി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, ഉപ്പ്, ഒരു കുടം വെളുത്തുള്ളി ആണ് എടുത്തിരിക്കുന്നത്, കടുക്, ജീരകം ചൂടാക്കി ചതച്ചത്, കായ ആവശ്യത്തിന്, വെളിച്ചെണ്ണ ആവശ്യത്തിന്, പാൻ ചൂടായിട്ടുണ്ട്, എണ്ണ ഒഴിക്കാൻ ആവശ്യത്തിന്, എണ്ണ ചൂടായിട്ടുണ്ട്, കടുകും ജീരകവും ആഡ് ചെയ്യാം. കടുകും ജീരകവും മൂത്തിട്ടുണ്ട്, പച്ചമുളക് ആഡ് ചെയ്യാം. പച്ചവെള്ളം മൂത്തിട്ടുണ്ട്, ഇനി നമുക്ക് വെളുത്തുള്ളി ആഡ് ചെയ്യാം. വെളുത്തുള്ളി മൂത്തിട്ടുണ്ട്, ഇനി നമുക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാൻ പോവാണ്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണാണ് ആഡ് ചെയ്തത്. ആവശ്യത്തിന് കായം, ഉപ്പ് ആഡ് ചെയ്യുകയാണ്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. അതിൻ്റെ കൂടെ തന്നെ വെളിച്ചെണ്ണ ഒരു ശകലം ആഡ് ചെയ്യുകയാണ്. പൊടി മൂക്കാനായിട്ടാണ് എണ്ണ ആഡ് ചെയ്തത്. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. സ്വാദിഷ്ടമായ വെളുത്തുള്ളി അച്ചാർ റെഡിയായിരിക്കാൻ ഇനി സെർവ് ലിസ്റ്റിലേക്ക് സെർവ് ചെയ്യാം. വെളുത്തുള്ളി അച്ചാർ തയ്യാറായിരിക്കുകയാണ്. നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. അധികം എരിവില്ല, പിന്നെ ഇച്ചിരി മസാല കുറവുണ്ട്, പിന്നെ ജീരകത്തിൻ്റെ ഫ്ലേവർ നല്ലോണം നമുക്ക് നാവിൽ അനുഭവപ്പെടാറുണ്ട്. നല്ലൊരു ടേസ്റ്റിയായ അച്ചാറാണ്. നിങ്ങളും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.